ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് എല്ലാവരും കൂടി. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയാണ് കേട്ടത്. എന്നുവെച്ചാൽ ഒരിക്കലും കൈവിട്ട് പിരിഞ്ഞു പോവില്ല എന്ന് വിചാരിച്ച എൻ്റെ ചങ്കാണ് ഈ വന്നത്. ഇന്നവൻ അൽമാട്ടിയിലേക്ക്, കസാക്കിസ്ഥാനിലേക്ക് പോവുകയാണ്. അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം പൂണിയെ. എന്നുവെച്ചാൽ അതിന് എങ്ങനെ പറഞ്ഞ് ഇതാക്കും എന്നെനിക്കറിയില്ല. ഒത്തിരി വിഷമമുണ്ട്. ഞങ്ങളെ ആരെയും വിട്ടുപിരിഞ്ഞ് ഇന്നേ വരെ അവൻ ഞങ്ങളുടെ രീതിയിൽ നിന്നും മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാദ്യമായിട്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. ശരിക്കും നമ്മൾ എയർപോർട്ടിലേക്ക് ഒരു ഡ്രോപ്പൊക്കെ പോകുമ്പോഴത്തേക്കും പല ആൾക്കാരും ഇതേപോലെ പോകുന്നത് കാണുന്നെങ്കിലും ആ ഒരു വിഷമം ഞങ്ങൾക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എനിക്കൊട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് മനസ്സ് പെട്ടയണ ഒരു വേദന ഉണ്ട്. എന്നുവെച്ചാൽ ഇത്ര പെട്ടെന്ന് ഇവനിങ്ങനെ ഞങ്ങളുടെ അടുത്തുനിന്ന് പുറത്തേക്ക് പോകും എന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നുള്ളൊരു യാത്രയാണ്. ആ പോക്കെന്ന് വെച്ചാൽ ചിരിച്ചു പോകുന്നുണ്ടെങ്കിലും അവൻ്റെ ചങ്ക് കിടന്ന് പെടേനാണ്. അതങ്ങനെ ഒരു എന്താ പറയുക, അത് അവന് മാത്രമല്ല, അതേപോലെ യാത്ര പോകുന്ന എല്ലാവർക്കും അതേപോലത്തെ ആ ഒരു വിഷമം ഉണ്ടായിരിക്കും. അത് നമ്മൾ എത്ര പിടിച്ചമർത്തി കഴിഞ്ഞാലും നമുക്കത് ഉള്ളിൽ നിന്ന് വരും. വീണ്ടും അവൻ്റെ യാത്ര പറഞ്ഞിട്ടും മതിയാവാതെ അവിടെ വീണ്ടും നിൽക്കണം. ഇതുപോലെ മനസ്സ് പൊടിഞ്ഞ് നീറുന്ന വേദനയോടെ എത്രയോ ആൾക്കാർ ഞങ്ങളുടെ കൺമുമ്പിൽ കൂടി ഈ എയർപോർട്ടിൽ കൂടി കടന്നു പോയിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എൽബിൻ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് പോവുകയാണ്. ഇനി ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് അവനെ കാണാൻ പറ്റുള്ളൂ. എൻ്റെ കൊച്ചുങ്ങൾ പറയണമെന്ന് വെച്ചാൽ ഡാഡ 365 ദിവസം കഴിഞ്ഞ് വരൂലേ എന്ന ഒരു പ്രതീക്ഷയോടെയാണ് അവനെ യാത്ര അയച്ചേക്കുന്നത്. ഞങ്ങൾ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണം. എന്നുവെച്ചാൽ സേഫായി അവനോടെത്തണം. അതുപോലെ അവൻ സ്വപ്നം കണ്ട നല്ലൊരു ജീവിതം അവനുണ്ടാവണം. അങ്ങനെ ഒരു വർഷം ഞങ്ങൾ അവന് വേണ്ടി കാത്തിരിക്കും. അപ്പോൾ എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നറിയില്ല. എന്നാലും ഞങ്ങളവിടെ നിന്ന് പെട്ടെന്നൊന്നും പോകുന്നില്ല. കുറച്ച് നേരം ഞങ്ങൾ അവനെ നോക്കി ആ ചില്ലിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഞങ്ങളവിടെ നിന്നായിരുന്നു. വിഷമം ഒത്തിരിയുണ്ട്. എന്നാലും അത് കടിച്ചമർത്തി ഞങ്ങളവിടെ നിന്ന് പോന്നു. ഇതുപോലെ ആ എയർപോർട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും യാത്ര അയക്കാൻ വേണ്ടി വന്നേക്കണം ഒത്തിരി ആൾക്കാരെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ റിയാണ്. അവൾ കരഞ്ഞ് പിഴിഞ്ഞ് ആകെ സീനായിട്ടിരിക്കുകയാണ്. വിഷമമുണ്ടാവും, ഉണ്ടാവാതിരിക്കുന്നില്ല. ഇന്നിപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വൈഫ് ചോദിച്ച് നിങ്ങൾ പോകുമോ? ഞാൻ പറഞ്ഞു ഞാൻ പോകും, അവൻ്റെ അടുത്തോട്ട് ഞാനും പോകും എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞിട്ട് മുറി കയറി കിടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു വേദന ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് യാത്ര ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. സ്നേഹത്തോടെ സ്വന്തം